related right to information. ഏതാണ്? റൈറ്റ് ടു ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ ഏതാണ്? ഷില്ലോങ് ഡിക്ലറേഷൻ അല്ലേ? ബി. അതിന്റെ അർത്ഥം എന്താ? നെയിം ദ ഡിക്ലറേഷൻ റിലേറ്റഡ് ടു റൈറ്റ് ടു ഇൻഫർമേഷൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മക്കളെ വിടുന്നില്ലേ? വിവര അവകാശ നിയമം അല്ലേ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്ന് പറഞ്ഞാൽ വിവര അവകാശ നിയമം. സർക്കാരിൻ്റെ വിവരങ്ങൾ അറിയുന്നത് പൗരൻ്റെ എന്താണ്? അവകാശമാണ് അല്ലേ? സർക്കാരിൻ്റെ വിവരങ്ങൾ അറിയുന്നത് പൗരൻ്റെ അവകാശമാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? വിവരാവകാശ നിയമം. മനസ്സിലായോ? അടുത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ഡാഷ്. ഇന്ത്യയിൽ വിവരാവകാശം വന്നത് എന്നാണ് ചോദ്യം. എന്നാണ്? നോക്കിയേ. The organization which was അടുത്ത വാക്കെന്താ? ഇൻസ്ട്രുമെന്റൽ ഇൻ പാസേജ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കുന്നതിന് കാരണമായ സംഘടനയുടെ പേരെന്താ? എന്താണ്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. അത് PSC പരീക്ഷയ്ക്ക് LLB എൻട്രൻസ് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏതാ? ദ ഓർഗനൈസേഷൻ വിച്ച് വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദി പാസേജ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഈ സംഘടനയും നമ്മുടെ അരവിന്ദ് കെജ്രിവാളും പിന്നെ ഒരു സത്യാഗ്രഹി ഉണ്ടായിരുന്നല്ലോ, അയാളുടെ പേരെന്താ? അണ്ണാ ഹസാരെ. അദ്ദേഹവുമായി വളരെ ബന്ധമുള്ളതാണ് ഈ സംഘടനയ്ക്ക്. ഈ സംഘടനയ്ക്ക് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മനസ്സിലായോ? യെസ്. അടുത്തത് ദി മാസ്റ്റർ മൈൻഡ് ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005ൻ്റെ മാസ്റ്റർ മൈൻഡ് ഏതാണ്? മാസ്റ്റർ ബ്രെയിൻ ഏതാണ് എന്നൊക്കെ ചോദിക്കും. ആരാണ്? അരുണ റോയ്. ആരാണ്? അരുണ റോയ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്നറിയപ്പെടുന്ന അരുണ റോയിയാണ്. അടുത്തത് The main object of the Right to Information Act 2005 is. Right to Information Act 2005ൻ്റെ ഏറ്റവും പ്രധാന ഒബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷ്യം എന്താണ്? റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഫ്രം എനി പബ്ലിക് അതോറിറ്റി. സർക്കാർ പണം ചെലവാക്കുന്ന സ്ഥലത്തെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കണം എന്നതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് മനസ്സിലായോ? റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഫ്രം എനി പബ്ലിക് അതോറിറ്റി. പിടികിട്ടിയോ? യെസ്. അപ്പോൾ 1, 2, 3 ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചേ. Name the declaration related right to information. Shillong Declaration. 2. Right to Information Act came to force in India on 12th October 2005.
The organization which was instrumental in the passage of Right to Information Act in India, Mazdoor Kisan Shakti Sanghadan. The mastermind behind the Right to Information Act 2005 is Aruna Roy. 3. The main object of Right to Information Act 2005 is right to obtain information from any public authority. അഞ്ചു സുബോൾ വായിച്ചേ. Right to Information Act 2005, RTI Act 1, named the Declaration Related Right to Information, Shillong Declaration. 2. Right to Information Act came into force in India on 12th October 2005. The organization which was instrumental in the passage of Right to Information Act in India, Mazdoor Kisan Shakti Sanghadan. The mastermind behind the Right to Information Act 2005 is Aruna Roy. 3. The main object of Right to Information Act 2005 is right to obtain information from public authority. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ്? ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അതല്ലോ. The enforceability of Right to Information Act 2005 is possible against dash. ആർക്കെതിരെയാണ് ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? ആർക്കെതിരെയാണ് മക്കളെ? Public authorities. Yes. Public authorities including instrumentalities of state. സ്റ്റേറ്റിൻ്റെ ഇൻസ്ട്രുമെന്റാലിറ്റികളായ പൊതു അതോറിറ്റികളെ, പബ്ലിക് അതോറിറ്റികളെയാണ് എന്തിനുപയോഗിക്കാൻ പറ്റുന്നത്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റുന്നത്, പെർവ്യൂവിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അടുത്തെന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ സ്റ്റേറ്റ്, സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് അതിനെയും അതിൻ്റെ ഘടകങ്ങളെയും പൊതു ഖജനാവിലെ പണം ചെലവാക്കുന്ന സ്ഥാപനങ്ങളെയുമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? നമ്മൾ 2 ദിവസം മുമ്പേ വേറൊരു കാര്യം പറഞ്ഞിരുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, RTI ആക്ട് ഈസ് എ ഡാഷ്. എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ്. എന്ത് റൈറ്റ് ആണ്? ലീഗൽ റൈറ്റ് ആണ്. ആണോ? 6 അല്ലേ? 6 അല്ല, 5 ആണല്ലേ? 5 ആണ്. ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ്. ഇറ്റ് ഈസ് എ legal right. Yes. It is a legal right. അടുത്തെന്താ? The authorities under Right to Information Act 2005 are dash. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ അതോറിറ്റികൾ ആരെല്ലാമാണ്? ഏതാണ്? ക്വാസി ജുഡീഷ്യൽ അതോറിറ്റികളാണ്. എന്തുവാ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ? അർദ്ധ ജുഡീഷ്യൽ സംവിധാനം. ട്രൈബ്യൂണലും കമ്മീഷനുകളുമാണ്. ട്രൈബ്യൂണലുകളും കമ്മീഷനുകളുമാണ് അർദ്ധ ജുഡീഷ്യൽ സംവിധാനങ്ങളാണ്. മനസ്സിലായോ? In which case the Supreme Court recognized that the right to information is a fundamental right under Article 21 of the Constitution of India. Article 21 എന്താ? Protect life and personal liberty.
റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ പരിധിയിൽ ഏത് വരും? റൈറ്റ് ടു ഇൻഫർമേഷൻ വരുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മനസ്സിലായോ? ഏത് കേസിലാണ്? റിലയൻസ് പെട്രോകെമിക്കൽസ് വേഴ്സസ് ഇന്ത്യൻ എക്സ്പ്രസ്. റിലയൻസ് പെട്രോകെമിക്കൽ വേഴ്സസ് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞു റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് കെയിം അണ്ടർ ദ പെർവ്യൂ ഓഫ് ആർട്ടിക്കിൾ 21. മനസ്സിലായോ? അടുത്തത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 was enacted in order to consolidate which of the fundamental rights in the constitution? ഏതാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഭരണഘടനയിലെ ഏത് തത്വത്തെയാണ്, ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് ഉൾക്കൊള്ളുന്നത്? ഏത് ഫണ്ടമെന്റൽ റൈറ്റിനെയാണ് ഉൾക്കൊള്ളുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച്. ഫ്രീഡം ഓഫ് സ്പീച്ച്. ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം. എന്ത് സ്വാതന്ത്ര്യം? അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് സ്പീച്ച്. യെസ്. എനി ഡൗട്ട്? സാർ, യെസ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന അതൊന്നുകൂടി പറഞ്ഞുതരൂ. യെസ്. The organization which was instrumental to passage of Right to Information Act in India. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിന് കാരണമായ ഒരു സംഘടനയുടെ പേരെന്താണ്? ഇന്ത്യയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കുന്നതിന് കാരണമായ സംഘടനയുടെ പേരെന്താണ്? മസ്ദൂർ, പിന്നെ കിസാൻ ശക്തി സംഘടന. മനസ്സിലായോ? യെസ്. എനി അതർ ഡൗട്ട്? ഇല്ല സാർ. അപ്പോൾ അഖിലമോള് വായിച്ചേ. For the enforceability of RTI Act 2005 is possible against public authorities, including the instrumentality of state. 5. Right information is a legal right. 6. Authorities under the Right to Information Act 2005 are quasi-judicial authorities, in which case the Supreme Court recognized that the right to information is a fundamental right under Article 21 of the Constitution. Reliance Petrochemicals versus Indian Express. The Right to Information Act 2005 was enacted in order to consolidate which of the fundamental right in the Indian Constitution? Freedom of speech. Yes, Anjushamul vaaiche. For the enforceability of Right to Information Act 2005 is possible against public authorities, including the instrumentalities of state. 5. Right to information is a legal right. 6. The authorities under the Right to Information Act 2005 are quasi-judicial authorities. In which case, the Supreme Court recognized that the right to information is a fundamental right under Article 21 of the Constitution. Reliance Petrochemicals versus Indian Express. The Right to Information Act 2005 was enacted in order to consolidate which of the fundamental rights in the Indian Constitution? Freedom of speech. Yes. Next. The first country to pass the Right to Information Act. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? സ്വീഡൻ അല്ലേ? പോയാ? The first state in India to pass Right to Information Act. ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്.
നമ്മൾ ഭയങ്കര വിദ്യാസമ്പന്നരാണ്, മിടുക്കന്മാരാണ്, അതാണ് ഇതാണെന്ന് വിളിക്കും. തമിഴ്നാട്ടുകാരെ നമ്മൾ പാണ്ടി പാണ്ടി എന്ന് വിളിക്കുകയും ചെയ്യും. പക്ഷേ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആദ്യം പാസ്സാക്കിയ സംസ്ഥാനം ഏതാ? തമിഴ്നാട്. അടുത്തത്, ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഈസ് ആപ്ലിക്കബിൾ ടു ആർക്കാണ്? ആപ്ലിക്കബിൾ ടു എവിടെ മക്കളെ? The whole of India. ഹോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ മുഴുവനും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നടപ്പാക്കും. എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടില്ല. ട്രൈബൽ ഏരിയയെ നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. നാഗാലാൻഡ് നടപ്പാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. 2005 വന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈ ടു എനാക്ട് ഇൻ ദ ഹോൾ ഓഫ് ഇന്ത്യ. എവിടെ? ഹോൾ ഓഫ് ഇന്ത്യ. അടുത്തത്, who can be available to information as per the Right to Information Act 2005? Who can be available information as per the Right to Information Act 2005? Right to Information Act 2005 വഴി ആർക്കൊക്കെ ഇൻഫർമേഷൻ ലഭിക്കും? ആർക്കൊക്കെ ലഭിക്കും? ആർക്കൊക്കെ ലഭിക്കും മക്കളെ? All citizens of India. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും എന്ത് കിട്ടും? ഇൻഫർമേഷൻ കിട്ടും, അല്ലേ? ഇന്ത്യയിലെ പൗരനാണെങ്കിൽ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടിയിരിക്കും. അടുത്തത്, The Right to Information Act 2005 is covered by the Supreme Court and the High Court whether this statement is true or false. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിയിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉൾപ്പെടും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? എന്താണ് ശരിയാണോ? ശരിയാണോ? Is it true? True. Yes, it is true. സുപ്രീം കോടതിയും ഹൈക്കോടതിയും പാർലമെൻറ്റും എല്ലാം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിയിൽപ്പെടും. The information is requested to be sent through email whether the statement is true. അങ്ങനെയുള്ള ഇൻഫർമേഷന് ഇമെയിൽ വഴി അയക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റും. പറ്റും. Is the statement is true? Yes, that statement is true. മനസ്സിലായോ? അപ്പോൾ ആ 10 ക്വസ്റ്റ്യൻ 1 മുതൽ 10 വരെ ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. 1 മുതൽ അല്ല, ഈ കോളം. The first country to pass Right Information Act is Sweden. The first state in India to pass Right Information Act, Tamil Nadu. 7. The Right to Information Act 2005 is applicable to the whole of India. 8. Who can be available to information as per the Right to Information Act 2005? All citizens of India. The Right to Information Act 2005 is covered by the Supreme Court and High Court. Whether this statement is true. Is it true? 10. The information is requested to be sent through email. Whether the statement is true. Is it true? The first country to pass Right to Information Act, Sweden. The first state in India to pass Right to Information Act, Tamil Nadu. 7. The Right to Information Act 2005 is applicable to the whole of India. 8. Who can be available to information as per the Right to Information Act 2005? All citizens of India. 9. The Right to Information Act 2005 is covered by the Supreme Court and the High Court. Whether this statement is true. It is true. 10. The information is requested to be sent through email. Whether this statement is true. True. Any doubt? 7 മുതൽ 10 വരെ? ഇല്ല സർ. Yes. 11. Right to information was recognized by the United Nations.
ഇൻ ദ ഇയർ ഡാഷ്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ അംഗീകരിച്ചത് ഏത് വർഷമാണ്? ഏത് വർഷമാണ് മക്കളെ? 1946. 1946 ലോകരാജ്യങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അംഗീകരിച്ചു. നമുക്കെന്നാ സ്വാതന്ത്ര്യം കിട്ടിയേ? 1947. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഈ സംഭവമൊക്കെ എവിടെ ഉണ്ട്? ലോകത്തുണ്ട് അല്ലേ? Every citizen of the world can receive information at his will. This is provided under the Right to Information Act of which of the following country? Every citizen of the world, ലോകത്തിലെ ഏതൊരു പൗരനും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും വിവരം കിട്ടാനുള്ള അവകാശമുണ്ട് എന്ന് ഏത് രാജ്യത്തിൻ്റെ ഇൻഫർമേഷൻ ആക്ടിലാണ് പറഞ്ഞിട്ടുള്ളത്? മനസ്സിലായോ ക്വസ്റ്റ്യൻ? സർ കട്ട് ചെയ്ത കേൾക്കണം. ആണോ? എവരി സിറ്റിസൺ ഓഫ് ദ വേൾഡ്, ലോകത്തിലെ ഏതൊരു പൗരനും ലോകത്തിലെ ഏത് രാജ്യങ്ങളിൽ നിന്നും വിവരം ശേഖരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ വിവരാവകാശ നിയമത്തിലാണ് എന്നാണ് ചോദ്യം. ഏത് രാജ്യത്താണ്? യുണൈറ്റഡ് കിങ്ഡം. UK, ബ്രിട്ടനാണ് ഷില്ലോക ബാധിച്ചത് അല്ലേ? ഷില്ലോക എന്ന് പറയുന്ന ഈ കൊറോണയുടെ മോസ്റ്റ് മോഡേൺ പതിപ്പ് ബ്രിട്ടനിലാണ് ആദ്യം വ്യാപിച്ചത് കേട്ടോ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അടുത്ത് എന്താ നമ്മൾ വായിച്ചേ? ദി നോഡൽ ഏജൻസി ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RT ആക്ട്. RT ആക്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നോഡൽ ഏജൻസിയുടെ പേരെന്താണ്? എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന നോഡൽ ഏജൻസിയാണ് RTI ആക്ട് നടപ്പാക്കാൻ ചുമതലയുള്ളത്. നോഡൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അംഗീകരിച്ച ഏജൻസി. കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു നോഡൽ ഏജൻസിയാണ്. ഗവൺമെന്റ് അംഗീകരിച്ച ഡിപ്പാർട്ട്മെന്റ് അല്ലാത്തൊരു സ്ഥാപനമാണ് കുടുംബശ്രീ. അതിനെ നോഡൽ ഏജൻസി എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? Yes. RTI application is to be addressed to dash. ആർക്കാ? Public Information Officer of the department concerned. Correct. Public Information Officer of the department concerned എന്നാണ് RTI ആക്ട് പ്രകാരം അഡ്രസ്സ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതെ. What is the publication fee? Application fee under the Right to Information Act എത്രയാണ്? 10 rupees. 10 rupees. 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുക്കണം. What is the fee for filing an appeal under the Right to Information Act? എത്രയാണ്? No fee. അപ്പീൽ കൊടുക്കുന്നതിന് എന്തില്ല? ഫീസ് ഇല്ല. എന്തിനു മാത്രമേ ഫീസ് ഉള്ളൂ? ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മാത്രമേ ഫീസ് ഉള്ളൂ. മനസ്സിലായോ? യെസ്. അപ്പോൾ ഒന്ന് വായിച്ചേ, ഡൗട്ട് ഇല്ലെങ്കിൽ. 11. Right to information was recognized by the United Nations in 1946. 12. Every citizen of the world can receive information at his will. This is provided under the Right to Information Act of which of the following country? United Kingdom. 13. The nodal agency for the implementation of RTI Act is Department of Personnel and Training. 14.
RTI application is to be addressed to Public Information Officer of the department concerned. What is the application fee under the Right to Information Act 2005? 10 rupees. What is the fee for filing an appeal under Right to Information Act 2005? No fees. ആ അഞ്ജുഷ മോള് വായിച്ചേ. 11. Right to information was recognized by the United Nations in 1945. 12. Every citizen of the world can receive information at his will. This is provided under the Right to Information Act of which of the following country? United Kingdom. 13. The nodal agency for the implementation of RTI Act is Department of Personnel and Training. 14. RTI application is to be addressed to Public Information Officer of the department concerned. What is the application fee under the Right to Information Act 2005? 10 rupees. What is the fee information 2005? No fee.